വീട്ടിൽ സമ്പത്ത്, ആരോഗ്യം, ശാന്തി എന്നിവ നിലനിർത്തുവാൻ വാസ്തുപ്രമാണങ്ങൾ അനുസരിക്കുക അത്യാവശ്യമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ല അനുഗ്രഹങ്ങൾ കിട്ടുവാൻ ഈ വീഡിയോ അവസാനം വരെ കണ്ട് ശ്രേഷ്ഠമായ ദിശ എങ്ങനെ കണ്ടെത്താം എന്ന് മനസ്സിലാക്കുക. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ 4 കാർഡിനൽ ഡയറക്ഷനും അതുപോലെ തന്നെ 4 ഡയഗണൽ ഡയറക്ഷനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൂടാതെ 8 ഡയറക്ഷൻ്റെ കാര്യം ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഇനി 8 സെമി ഡയഗണൽ ഡയറക്ഷൻ കൂടിയുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണണം. അപ്പോൾ ഇത് എൻ്റെ രണ്ടാമത്തെ വീഡിയോയാണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണണം. എങ്കിലേ നമുക്ക് വാസ്തുവിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് 8 സെമി ഡയഗണൽ ഡയറക്ഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 8 ഡയഗണലും 4 ഡയഗണലും 4 കാർഡിനൽ ഡയറക്ഷനുമാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. അപ്പോൾ കാർഡിനൽ ഡയറക്ഷൻ എല്ലാം 90 ഡിഗ്രിയും അപ്പോൾ ഡയഗണൽ ഡയറക്ഷൻ വരുമ്പോഴത്തേക്കും ഓരോ സോണും 45 ഡിഗ്രിയുമാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി സെമി ഡയഗണൽ ഡയറക്ഷൻ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനൊരു ലൈൻ, ഇവിടുന്ന് ഇങ്ങനൊരു ലൈൻ, ഇവിടുന്ന് ഇങ്ങനൊരെണ്ണം, അപ്പോൾ ഇത് നമുക്ക് 8 സെമി ഡയഗണൽ ഡയറക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും പേര് എന്തുവാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ഡയറക്ഷൻ്റെയും പേര് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നോർത്ത്, ഇത് നോർത്ത് ഓഫ് നോർത്ത് ഈസ്റ്റ്, ഇത് നോർത്ത് ഈസ്റ്റ്, ഇത് ഈസ്റ്റ് ഓഫ് നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റ്, ഈസ്റ്റ് ഓഫ് സൗത്ത് ഈസ്റ്റ്, ഇത് സൗത്ത് ഈസ്റ്റ്, സൗത്ത് ഓഫ് സൗത്ത് ഈസ്റ്റ്, സൗത്ത്, സൗത്ത് ഓഫ് സൗത്ത് വെസ്റ്റ്, ഇത് സൗത്ത് വെസ്റ്റ്, വെസ്റ്റ് ഓഫ് സൗത്ത് വെസ്റ്റ്, വെസ്റ്റ്, വെസ്റ്റ് ഓഫ് നോർത്ത് വെസ്റ്റ്, ഇത് നോർത്ത് വെസ്റ്റ്, നോർത്ത് ഓഫ് നോർത്ത് വെസ്റ്റ്, ഇത് നോർത്ത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 16 ഡയറക്ഷൻസ് വരുന്നത്. അപ്പോൾ ഓരോ ഡയറക്ഷനും അപ്പം ഇത് 16 അപ്പോൾ ടോട്ടൽ എത്രയാണ്? 360. അപ്പം 360 ഡിവൈഡഡ് ബൈ 16 അപ്പോൾ എത്ര? 22.5. അപ്പോൾ ഇത് ഓരോ സോണിനും അപ്പോൾ ഇതെത്രയായും 22.5. അപ്പോൾ ഓരോ സോണിനും അപ്പോൾ ഇത്രയും ആണ് നമുക്ക് സ്ഥലം കിട്ടുന്നത്, ഇത്രയും ദൈർഘ്യം കിട്ടുന്നത് 22.5 ആണ്. അപ്പോൾ ഈ നമ്മൾ ഒരു വീടോ ഏതൊരു വസ്തുവാണെങ്കിലും റെസിഡൻഷ്യൽ ആണെങ്കിലും കൊമേഴ്ഷ്യൽ ആണെങ്കിലും അതിനെ ഇത്രയും 360 നമുക്ക് ഇങ്ങനെ എല്ലാം തിരിച്ചിട്ട് വേണം. നമുക്ക് എൻട്രൻസ് എവിടെ വരണം, നമ്മുടെ വീടാണെങ്കിൽ കിച്ചണ്, ബെഡ്റൂം, അങ്ങനെ എല്ലാ കാര്യങ്ങളും എവിടെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഓരോ ഡയറക്ഷനും നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ വീട്ടിലെ എൻട്രി എവിടെയായിരിക്കണം അതെല്ലാം ഞാൻ പതിയെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ വീഡിയോ എൻഡ് വരെ കാണുക. അപ്പോൾ 2 വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ 2 വീഡിയോയും കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഇത്രയും കാര്യം മനസ്സിലാക്കുക. അപ്പോൾ 2 വീഡിയോയിലും കൂടി ഞാൻ ഈ 16 ഡയറക്ഷൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പതിയെ അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ കൺസൾട്ടേഷന് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ഞാൻ കൺസൾട്ടേഷൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻ്റ് ഇടാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഇനി അടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീടിൻ്റെ വാസ്തു നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ അകത്തോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ.